മോഹൻലാൽ എന്ന നടൻ്റെ സ്ത്രൈണഭാവം കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യം കണ്ടു. അതിൽ അദ്ദേഹം ഒരു നെക്ലസിൻ്റെ ഏതോ ഒരു വളരെ വലിയൊരു ജ്വല്ലറിയുടെയൊക്കെ ആവട്ടെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് സ്ത്രൈണഭാവം അദ്ദേഹത്തിലെ കാണുന്ന നമ്മൾ പുതുമയൊന്നുമല്ല. ഒരു നടൻ എന്ന രീതിയിൽ രണ്ട് ഭാവങ്ങളും ഒരു നടൻ ഉണ്ടാകണമെന്നാണ് അഭിനയകലയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ വായിച്ചറിവ്. അപ്പോൾ മോഹൻലാൽ എന്തുകൊണ്ട് മോഹൻലാൽ അഭിനയിച്ച ഈ പരസ്യചിത്രത്തിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യം? മലയാള സിനിമയിൽ മനോജ് കെ ജയൻ സ്ത്രൈണഭാവം ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ജയസൂര്യ ചെയ്തിട്ടുണ്ട്, ദിലീപ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്തതിന് കിട്ടാത്ത ഹൈപ്പ് മോഹൻലാൽ എന്ന നടന് കൊടുക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഇവ കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ത് ചെയ്താലും അതിനൊരു വല്ലാത്ത മാർക്കറ്റിംഗ് തന്ത്രം കാണിക്കുന്നുണ്ട്. അത് മോഹൻലാൽ കൂടെ അറിഞ്ഞുകൊണ്ടാണോ അതോ ഇനി ഒരു മാങ്ങ മൂത്ത് പഴുത്ത് ആ പഴുപ്പും മധുരവും ഒക്കെ ഇങ്ങനെ എന്നും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്? മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മൂത്ത് പഴുത്തിട്ട് ഒരുപാട് കാലങ്ങളായി. അദ്ദേഹം ഇങ്ങനെ പഴുത്തൊരു നല്ല മധുരം നിറഞ്ഞ ഒരു കായ്ഫലമാണ്. ആ കായ്ഫലം ഇനിയും നമുക്ക് ഒരു വിഷമവും നമുക്കില്ല, അത് നമ്മൾ നുകരുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സംശയം ഫാൻ ബേസിൽ മമ്മൂട്ടി എന്ന നടനും ഇതേപോലെ അഭിനയ ചാതുർഥ്യ പിന്നെ ഇതില്ലെന്നാണോ പറയുന്നത്? അദ്ദേഹവും സ്ത്രൈണഭാവത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയുന്ന അദ്ദേഹം മീശ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രൈണത അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചിരി തന്നെ ഒരു സ്ത്രീയുടെ ചിരിയായിട്ട് തോന്നാറുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്റെ സംശയം മോഹൻലാലിന് മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു ഹൈപ്പാണോ ഇത്? ഒന്ന്. രണ്ട്, ബ്ലസ്സി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ചിത്രത്തിൽ ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു ക്രൈം ത്രില്ലറിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. ഒരു കൊലപാതക കഥ, ഒരു റിട്ടയർഡ് അധ്യാപകൻ. അദ്ദേഹം അതിന്റെ കൂടുതൽ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ഗൗതമൻ തന്നെ പറഞ്ഞാൽ മതി. അപ്പോ അത് അത്തരത്തിലൊരു വേഷം അദ്ദേഹം ചെയ്യാനും പോകും. അപ്പൊ എന്റെ ചോദ്യം, ലാലിന്, മോഹൻലാൽ എന്ന നടന് മനഃപൂർവ്വം ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ? ഈ വിൻസ്മെര എന്ന് പറയുന്ന ജ്വല്ലറിക്ക് വേണ്ടി ചെയ്ത പ്രകാശ് വർമ്മ ഡയറക്ട് ചെയ്ത ഒരു പരസ്യചിത്രമാണ് വൈറലായിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങളാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. അതിൽ നെക്ലേസ് എടുത്തുകൊണ്ട് പോയിട്ട് സ്ത്രൈണഭാവത്തില് പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാൽ ആ പരസ്യമാണ് വൈറലായിരിക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ പല ആഡുകളും മോഹൻലാലിന്റെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ അതിന്റെ പേര് മറന്നുപോയി. ഒരു ഐസ്ക്രീമിന്റെ ആഡൊക്കെ ഉണ്ട്, ഐസ്ക്രീം കഴിച്ച് ഡാൻസ് കളിക്കുന്ന അത്തരത്തിലുള്ള ആഡുകൾ. അതുപോലെ തന്നെ ബിഗ് ബോസിലെ പരിപാടികൾ, ഏഷ്യാനെറ്റിലെ ചില പരിപാടികളിൽ മോഹൻലാൽ ചെണ്ട കൊട്ടിയിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ട്രോളുകൾക്കൊക്കെ ശേഷം അദ്ദേഹം ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ചും തുടരുമെന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം വലിയ രീതിയിൽ അദ്ദേഹം ശോഭിക്കുന്നു. പല കാര്യങ്ങളിലും പുതിയ സംവിധായകർക്കൊപ്പം അദ്ദേഹം അഭിനയിക്കുന്നു, ഡേറ്റുകൾ നൽകുന്നു, പുതിയ ചിത്രങ്ങൾ വരുന്നു. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പരസ്യചിത്രവും വൈറലായിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ പുരുഷ ഭാവം, അതായത് കൂടുതൽ മാസ്കുലിനിറ്റി പ്രകടിപ്പിക്കുന്ന മോഹൻലാലിന്റെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ദേവാസുരം, രാവണപ്രഭു, നരസിംഹം, പൗരുഷഭാവങ്ങൾ. തുടരുമിൽ പോലും അത്തരത്തിലുള്ള എലിമെന്റുകളുണ്ട്. പൊലിമുരുകൻ തുടങ്ങിയ. അപ്പം കുറെ അധികം ആരാധകർക്ക് ഇത് മാത്രമാണ് താല്പര്യം. മോഹൻലാലിന്റെ മാസ്കുലിനിറ്റി, മാൻലി ഫാക്ടേഴ്സ് മാത്രം ക്യാരക്ടറായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രേക്ഷകരുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിലെ സ്ത്രൈണഭാവത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് താൻ ഇനി മുതൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, അതായത് വ്യത്യസ്തമായ രീതിയിലേക്ക് ചുവട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ ഈ പരസ്യചിത്രത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്ത്രൈണത എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഹൻലാലിന് സ്ത്രീ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള സ്ത്രീകളെ എനിക്ക് എത്രയോ അധികം അവർക്ക് ഇഷ്ടമാണ്. അതെ, അവർക്കും ഇഷ്ടമാണ്, പുള്ളിക്കും തിരിച്ചിഷ്ടമാണ്. അപ്പം അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ നിരവധിയായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയോ അധികം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രേമിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അദ്ദേഹത്തിൽ ഒരു പുരുഷ മാൻലി ക്യാരക്ടർ മാത്രമല്ല, വലിയ രീതിയിലുള്ളൊരു സ്ത്രൈണതയും കൂടി, സ്ത്രീയുടെ കുറെ അധികം ഭാവങ്ങളും കൂടി അദ്ദേഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഒന്നുകൂടെ പറയേണ്ടി വരും. ഈ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് പൂർണ്ണമായി പൗരുഷമുള്ളവരെ ഒന്നുമല്ല, ഒരല്പം സ്ത്രീത്വമുള്ളവരെയൊക്കെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. അത് എൻ്റെ ഒരു അറിവാണ്, അതിന് തെറ്റാണെന്ന് എനിക്കറിയില്ല. പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതാണ് അദ്ദേഹത്തിന്റെ സ്ത്രൈണഭാവം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ കുറേ അധികം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരേ ഒരു രാജാവ്, അസ്തമിക്കാത്ത ഖനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും
ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന കൊണ്ട് അതെ വീർപ്പ് മുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് തന്നെ കണ്ടിട്ട് മടുത്തു പോകും. മതി നിർത്തടേ എന്നുള്ള രീതിയിൽ ഈ ആരാധന കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴേ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിരവധി കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് മോഹൻലാലിൽ നിന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം 2019 ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 21 മോഹൻലാൽ നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ ബ്ലോഗുകളൊക്കെ പലതും വൈറൽ ആവാറുണ്ട്. ഇത്തരം ചില ബ്ലോഗുകൾ കാരണമൊക്കെയാണ് അദ്ദേഹം സംഘിയാണോ എന്നൊക്കെ നാട്ടുകാര് ചോദിക്കുകയൊക്കെ ചെയ്തത്. അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്ലോഗ് ഇവിടെ ഉദ്ധരിക്കേണ്ട ഒരു കാരണം ഉണ്ടെന്ന് തോന്നുന്നു. ഈ പരസ്യം ഇറങ്ങിയതിന് പിന്നാലെ ഇത് അർദ്ധനാരീശ്വര സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പരസ്യമാണിത്. അതായത് സ്ത്രീയും പുരുഷനും ഒരു വ്യക്തിയിലുണ്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണല്ലോ ഈ അർദ്ധനാരീശ്വര സങ്കല്പം. ആ സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പരസ്യചിത്രമാണിത്. അങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പലരും പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തെ കുറിച്ച് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 2019 ബ്ലോഗിൽ മോഹൻലാൽ എഴുതിയിട്ടുണ്ട്. അപ്പോ അതിലെ ഏതാനും ചില വാക്യങ്ങൾ ഇവിടെ വായിക്കണം തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെവിടെയും അധികം ചർച്ച ചെയ്തിട്ട് കാണുന്നില്ല. ഭാരതം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അർദ്ധനാരീശ്വര പ്രകൃതിയെ സങ്കല്പിച്ചിരുന്നു. മോഹൻലാലിന്റെ വാക്കുകളാണ്. പാതി പുരുഷനും പാതി സ്ത്രീയും, യിൻ യാൻ എന്ന് ചൈനയും താവോയും പറയും. ഇങ്ങനെയെങ്കിൽ മാത്രമേ എല്ലാം സന്തുലിതമാവൂ. ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ അധികരിക്കുമ്പോൾ ജൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ വരുന്നു. ശുദ്ധകലയുടെ എല്ലാ വിഭാഗങ്ങളും സ്ത്രൈണമായ അവസ്ഥയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെയേ സാധിക്കൂ. മനുഷ്യന്റെ ലോലവും ലാസ്യവുമായുള്ള എല്ലാം ചെന്നു തൊടുന്നത് നമ്മളിലെ തന്നെ ഈ സ്ത്രൈണാവസ്ഥയെയാണ്. അതെ, അതൊക്കെ ശരിയാണ്. ഈ അർദ്ധനാരീശ്വര ഭാവത്തിൽ നിന്നാണ് എല്ലാ മഹത്തായ സൃഷ്ടികളും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ വലിയ ആൾ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? നടന്മാരായ ദിലീപും ജയസൂര്യയും ട്രാൻസ്ജെൻഡേഴ്സായി അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചിട്ടുമുണ്ട്. രണ്ടുപേരും അഭിനയത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും കുറച്ചുനാൾ ആ അവസ്ഥയിൽ നിന്നും മോചിതരാവാൻ സാധിച്ചില്ല എന്നാണ് കഥാപാത്രത്തിന് വിട്ടുമാറാൻ കഴിഞ്ഞില്ല. അതെ, ഇതൊരു അഭിനേതാവിന് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. തന്റെ യഥാർത്ഥ ഭാവത്തിനപ്പുറത്തേക്ക് പോയി ഒരു ഹ്രസ്വകാലം അയാൾ ജീവിക്കുന്നു. പിന്നെയും ആ അവസ്ഥയിൽ അയാൾ തുടരുന്നു. ഒടുവിൽ അതിനെ കുടഞ്ഞു കളയാൻ അയാൾ മറ്റൊരു ഭാവത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്നു. അങ്ങനെ വർഷങ്ങളോളം മാറി മാറി അയാൾ ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ശുദ്ധമായ ഒരു ശൂന്യതയിലാവുന്നു. അടിത്തട്ട് വരെ കാണാവുന്ന ഒരു തടാകം പോലെയായിരിക്കും അയാൾ, അല്ലെങ്കിൽ തീർത്തും തെളിഞ്ഞ ആകാശം പോലെ. അപ്പോൾ അയാളിൽ നിറയെ മൗനമായിരിക്കും. ആരോടും അയാൾക്ക് പരിഭവങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ആകാൻ ആഗ്രഹമുണ്ടാവില്ല, അഹങ്കാരം അശേഷമുണ്ടാവില്ല, മത്സരഭാവം ഉണ്ടാവില്ല, ഈ പ്രകൃതിയുമായി ഭേദഭാവം പോലും ഉണ്ടാവില്ല. ഈ അവസ്ഥയാണ് ഞാനും തേടുന്നത്. അങ്ങോട്ടാണ് എൻ്റെ യാത്ര. അവിടെ ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കൂടുവിട്ട് കൂടുമാറി ഞാൻ പറന്നുകൊണ്ടേയിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. കൂടുമാറി ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിൽ. ഒരു പുരുഷൻ മാസ്കുലിറ്റിയിൽ നിന്ന് ഫെമിനിറ്റിയിലേക്കാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ പറക്കലിന്റെ ആനന്ദം തീരുന്നില്ല. തീരുമ്പോൾ ഞാൻ ആകാശത്തിന്റെ ഒരു മഴമേഘം പോലെ അലിഞ്ഞു ചേരുന്നു, അപ്രത്യക്ഷമാവും. ഇങ്ങനെ രീതിയിൽ ഭയങ്കര ഫിലോസഫിക്കൽ രീതിയിലുള്ളൊരു സാധനമാണ്. അപ്പൊ നേരത്തെ തന്നെ ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തെക്കുറിച്ചും സ്ത്രൈണതയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇപ്പോ ജയസൂര്യ എന്തുകൊണ്ട് വൈറലായില്ല, അല്ലെങ്കിൽ ദിലീപ്, മറ്റുള്ള ആളുകളൊക്കെ എന്തുകൊണ്ട് വൈറലായില്ല എന്ന് ചോദിച്ചു. മനോജ് കെ ജയനൊക്കെ ഇദ്ദേഹം ഇത് ചെയ്യുന്നത് കാണുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കൈ മൂവ്മെന്റ്സ്, ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും അതെ നല്ല രീതിയിലായിട്ടുണ്ട് എന്നാണ് പലരും അത് പറയുന്നത്. നല്ലൊരു ചേലുണ്ട്, നമുക്ക് ബോറായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നല്ല ബോധ്യമുള്ള ഒരാളാണ്. ഇത്തരം ഫിലോസഫീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് മോഹൻലാൽ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, മോഹൻലാലിന് മാത്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അത്ര പോലും
പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ശരിയല്ല, അതിലാണ് അതെ അതെ അതിലാണ് എനിക്ക് തോന്നുന്നു പറയുന്നു ഇത്തരത്തിലുള്ള പല സങ്കല്പങ്ങളും. ഒരു മോഹൻലാലിനെ കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു തുറന്ന പാത്രമാണ്, വെള്ളം പോലെയാണ്, ഏത് പാത്രത്തിൽ അതാ ഏത് പാത്രത്തിൽ ഒഴിച്ചാലും ആ ഷേപ്പ് ആ ആകൃതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള ഫിലോസഫീസും ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഈശ്വര ഭക്തനാണ്, ഭക്തിയെ വളരെയധികം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന മികച്ച നടന്റെ രൂപീകരണത്തിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു നല്ല ആക്ടറെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അയാൾ കൊണ്ടു നടക്കുന്ന ഫിലോസഫി എന്താണ്, അയാൾ വായിക്കുന്ന പുസ്തകം എന്താണ്, അയാളുടെ ചിന്താഗതി എന്താണ്, ഇതൊക്കെ ഒരു നല്ല നടനെ രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകൾ ഫേസ്ബുക്കിലൊക്കെ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാളാണെന്ന് തോന്നുന്നു ഷമീർ ടി പി. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: നീ എന്താടാ പെണ്ണുങ്ങളെ പോലെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആക്ഷേപസ്വരത്തിൽ ഇത് കേൾക്കാത്ത ഒരു പുരുഷനും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ശരിയാണ്. പുരുഷൻ എന്നാൽ വൈകാരിക ഭാവങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കാത്ത മൃദുല ഭാവങ്ങൾ ഒരിക്കലും സഹജമല്ലാത്ത എന്തോ നിർമ്മിതിയാണെന്ന പോലെ സമൂഹത്തിൻ്റെ കപടമായ പൊതുബോധ നിർമ്മിതിയിൽ ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്തത്ര സമ്മർദ്ദം എല്ലാ കാലത്തും മലയാളി പുരുഷനുണ്ട്. എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി നിയന്ത്രണം വിട്ടൊഴുകുന്ന കണ്ണീരിന് കിട്ടുന്ന മറുപടി പലപ്പോഴും അതായിരിക്കും: എന്താണ് നീ പെണ്ണുങ്ങളെ പോലെ മൂങ്ങുന്നത്? സ്ത്രീ ആവുക എന്നത് തന്നെ എന്തോ മോശം കാര്യമാണെന്ന് അന്തർലീനമായ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി ഇപ്പോഴും സമാനതകൾ ഇല്ലാത്തത് തന്നെയാണ്. എന്നാൽ അവിടെയും ചെറിയൊരു വേർതിരിവ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ പുരുഷനായി മാറിയാൽ നേരിടുന്ന പരിഹാസത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും 1000 മടങ്ങ് ശക്തിയുണ്ടാവും ഒരു പുരുഷൻ സ്ത്രീയായി മാറിയാൽ നേരിടേണ്ടി വരുന്ന പരിഹാസത്തിനും അധിക്ഷേപത്തിനും. പുരുഷൻ എന്ന സമൂഹത്തിലെ ഉയർന്ന പ്രതല ബോധത്തിൽ നിന്ന് താഴോട്ടിറങ്ങി സ്ത്രീയായി മാറുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് കഴിയില്ല എന്ന ധാരണ പുരുഷാധിപത്യ സമൂഹത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുമല്ല. അങ്ങനെ കപടമായ പുരോഗമന ബോധത്തിനും മിഥ്യാധാരണകളിലും സ്ത്രീ വിരുദ്ധതയിലും ഉണ്ടുറങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് ആ ധാരണകൾക്ക് തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഊടും പാവും പകർന്നൊരാൾ. ഏതൊരു മലയാളി പുരുഷനും മനസ്സുകൊണ്ട് ഒരിക്കലെങ്കിലും ആവാൻ ആഗ്രഹിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ തൻ്റെ എല്ലാ ആണധികാരങ്ങളെയും അഹന്തയെയും മറികടന്ന് ആരും അറിയാതെന്നോണം ഒരു സ്ത്രീയുടെ ആഭരണമണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ നമുക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും പുരുഷൻ സ്ത്രീ ആവുന്നതുമൊക്കെ പരിഹസിക്കപ്പെടാൻ മാത്രം ഉതകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമകൾ, പരസ്യങ്ങൾ ഒക്കെയുള്ള ഒരു സമൂഹത്തിൽ ഈ പരസ്യചിത്രം പരിഹാസത്തിന് വിധേയമാവാതെ പോയതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് മോഹൻലാൽ എന്ന നടൻ്റെ അപാരമായ അഭിനയ തികവ് ഒന്ന് മാത്രമാണ്. അയാളുടെ വിരലുകൾ പോലും അഭിനയിക്കും എന്ന പ്രശംസ വാക്കുപോലും ഒട്ടും അതിശയോക്തിയില്ല എന്ന് തോന്നിക്കും വിധം മോഹൻലാൽ എന്ന നടൻ അന്വർത്ഥമാക്കി. ഇങ്ങനെ നീണ്ടു പോകുന്നു ആ പോസ്റ്റ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പുരുഷൻ എന്ന നിലയിൽ മോങ്ങാൻ കരയാൻ പലർക്കും മടിയാണ്. അത് അങ്ങനെയാണ്. അല്ല, പുരുഷനായിട്ട് കരയുന്നോ? നാണമില്ലേ നിനക്കെന്ന് പറഞ്ഞ ചില വിവരദോഷികൾ അങ്ങനെ പറയാറുണ്ട്. അതിനെ കുറിച്ചാണ് അയാൾ ഇതിൽ പ്രതിപാദിക്കുന്നത്. അല്ല ഗൗതം, അതിലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണത്തിൽ പോലും പുരുഷന്മാർ ഏങ്ങലടിച്ച് കരയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണം ഒരു വേള കരഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്തിനാ ഇത്രയും കരഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്നു നമ്മളൊരു പുരുഷനല്ലേ, സ്ത്രീകൾ ഏങ്ങലടിക്കുന്ന പോലെ നമ്മൾ ഏങ്ങലടിക്കാമോ? എനിക്കത് തോന്നിയിട്ടുണ്ട്. അറിയാതെ കരഞ്ഞു പോയതാണ്. അത് വളരെ കറക്റ്റാണ്. അല്ല, അത് പറയുന്നത്, അതായത് നിർമ്മിക്കുന്നത് ഒരു സാമൂഹിക ബോധമാണ്. ശരിയാണ്. അതായത് ബാത്റൂമിൽ നിന്ന് മാത്രമേ കരയാൻ പാടുള്ളൂ ആളുകൾ. അങ്ങനെയൊന്നുമില്ല. അത് അത്തരത്തിലുള്ളൊരു സാമൂഹിക ബോധ നിർമ്മിതി നിരവധിയായിട്ടുള്ള എന്താ പറയാ മെന്റൽ പ്രഷേഴ്സ് മനുഷ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഷമീർ ടി പിയുടെ ഈ പരസ്യ ചിത്രത്തെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തെറാപ്പികൾക്ക് ഇവിടെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തും അത്തരം ആളുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ
ഒന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുക. നമ്മളെ ഈ സിനിമ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, എന്താണ് കുമ്പളങ്ങി നൈറ്റ്സിലെ നമ്മുടെ ആരായിരുന്നു, നമ്മളെ സൗബിൻ ഷാഹിർ ചെയ്ത കഥാപാത്രം, അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവാൻ വേണ്ടിയിട്ട് ഈ അർദ്ധനാരീശ്വര സങ്കല്പം മനുഷ്യനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പരസ്യ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇനി ചേട്ടൻ തുടക്കം പറഞ്ഞ ആ ബ്ലസ്സിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, അതുമായി ഈ പരസ്യചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു സിനിമ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ബ്ലസ്സി മോഹൻലാലും ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് ശങ്കർ രാമകൃഷ്ണനാണ് അതിന് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കേൾക്കുന്നു. ഇർഫാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ കഥയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ എന്ന് കേൾക്കുകയാണ്. അതിലും ഒരു സ്ത്രീയായിട്ട് മോഹൻലാൽ മാറുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരു വയസ്സായിട്ടുള്ള വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകൻ, അയാൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കും, തെരുവുകളിലൂടെ ഇറങ്ങി നടക്കും. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ മരിച്ചുപോയി. ഈ ഭാര്യയുടെ സാരി, ഭാര്യയെ പോലെ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് തെരുവുകളിലൂടെ ഇറങ്ങി നടന്ന് ആളുകളെ പേടിപ്പിച്ച് പല ആളുകളെയും കൊല്ലുന്ന ഒരു കഥാപാത്രം. അതൊരു കഥാപാത്രം, ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ട്, ക്രോസ് ഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് മോഹൻലാൽ വരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ ഈ പരസ്യചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയെ കുറിച്ചൊക്കെ, അത്ര ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് എന്തായാലും. ഇതൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. ഇത് ഈ സിനിമ പ്രകാശ് വർമ്മയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതും കൂടി പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് നിർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. നിർവാണ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ആഡ് കമ്പനി ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള, അതിന്റെ കോ ഫൗണ്ടറാണ് പ്രകാശ് വർമ്മ, തുടരൂലെ വില്ലൻ. അദ്ദേഹമാണ് സാധാരണ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ലൊട്ടിലൊടുക്ക് പരസ്യചിത്രങ്ങൾ പോലത്തെ പരസ്യചിത്രങ്ങൾ അദ്ദേഹം ചെയ്യാറില്ല. നല്ലതായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള പരസ്യചിത്രങ്ങളൊക്കെയാണ്. ഇതും അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് അത്രയും നന്നായിരിക്കുന്നതും കൂടി നമ്മൾ പറയണം കേട്ടോ. വേറെ ആരെങ്കിലും ആണ് ഇത് ഒരുപക്ഷെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മോഹൻലാൽ മാറാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു.